വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് എതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇത് സംബന്ധമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നത്. നിക്ഷേപം വകമാറ്റി ഉപയോഗിച്ചു എന്നതിന് പുറമെ ബോബിക്കെതിരായി ഉയർന്ന മറ്റു ചില കാര്യങ്ങളിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിനെതിരായ പോലീസ് കേസും ഇത് ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതിയുമാണ് ഇ ഡി അന്വേഷണത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഈ കേസ് നിലവിലുള്ളതിനാൽ ഇ ഡിക്ക് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാനും എളുപ്പമാണ്. സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അനിവാര്യമാണ്. ഈ കടമ്പ വയനാട് മേപ്പാടി പോലീസ് നിർവഹിച്ചതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നത്. ചായപ്പൊടി വിൽപ്പനയ്ക്കും പ്രമോഷനും എന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുവെന്ന വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമായ പരാതിയെ ഗൗരവമായാണ് കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നത്. നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റു ബിസിനസ്സുകളിലേക്ക് വക മാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടായി എന്നതാണ് പ്രധാനമായും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ ഉള്ളത്. നിലവിൽ കേസ് എടുത്തിട്ടില്ല എന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് തന്നെയാണ് സൂചന. ഇതിനായി ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഇ ഡി സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയതെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുണ്ട്. ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഫെമാ ലംഘനം ഉണ്ടായി എന്നതും പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഇ ഡി അന്വേഷണത്തോട് പ്രതികരിച്ച ബോബി ചെമ്മണ്ണൂരും രംഗത്ത് വന്നിട്ടുണ്ട്. കണക്കുകൾ ഹാജരാക്കാൻ 1.5 മാസം മുമ്പ് ഇ ഡി നിർദ്ദേശിച്ചിരുന്നു എന്നും എല്ലാ കണക്കുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നുമാണ് ചെമ്മണ്ണൂരിന്റെ വാദം. ഈ മാസം തന്നെ ഫയൽ ക്ലോസ് ചെയ്യുമെന്ന ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നും ഇത് സ്വാഭാവിക നടപടി മാത്രമാണ് എന്നും ബോബി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.